മൊബൈൽ അമിതമായിട്ട് ചൂടാകുന്നുണ്ട്, ഇതിനെന്തെങ്കിലും പരിഹാര മാർഗമുണ്ടോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. അതായത് നമ്മൾ മൊബൈലിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇത് കാരണം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്ന്, മൊബൈൽ അമിതമായിട്ട് ചൂടാകും. രണ്ട്, മൊബൈൽ ഡാറ്റയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡാറ്റ പെട്ടെന്ന് തന്നെ തീരാനും ചാൻസ് ഉണ്ട്. അത് കാരണമായിട്ട് മൊബൈലിൻ്റെ ബാറ്ററി ചാർജും പെട്ടെന്ന് കുറയാനും ചാൻസ് ഉണ്ട്. ഇതെങ്ങനെ തടയാൻ സാധിക്കും? ഇതിനായിട്ട് രണ്ട് മാർഗ്ഗങ്ങളുണ്ട്. ഇതിലേതാണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ രണ്ട് കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ കാണുന്ന സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. സ്ലീപ്പ് എന്നാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്ലീപ്പ് സ്റ്റാൻഡ് ബൈ ഒപ്റ്റിമൈസേഷൻ എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറച്ച് താഴെയായിട്ട് ആപ്പ് ക്വിക്ക് ഫ്രീസ് എന്ന ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ഫ്രീസ് ചെയ്ത് എനേബിൾ ചെയ്ത് വെച്ചതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഫ്രോസൺ എന്ന് എഴുതിയിട്ടുണ്ട്. അതൊന്നും ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുകയില്ല. സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ ഇതുപോലെ ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ അത് പ്രവർത്തിക്കുകയില്ല. നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് പ്രവർത്തിക്കുക. ഓക്കെ, എല്ലാ മൊബൈലിലും ഈ ഓപ്ഷൻ കാണില്ല. ഞാനിപ്പോൾ മറ്റൊരു മൊബൈലിൽ കാണിച്ചു തരാം. ഇവിടെ സാംസങ്ങിൻ്റെ മൊബൈൽ എടുത്തിട്ടുണ്ട്. ഇവിടെ സെറ്റിംഗ്സ് ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ അതുപോലെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്യാണ്, സ്ലീപ്പ് എന്ന് ടൈപ്പ് ചെയ്തു. പക്ഷേ ഇവിടെ ഈ ഓപ്ഷൻ കാണുന്നില്ല. ഇവിടെ കാണുന്നത് ഡീപ്പ് സ്ലീപ്പിംഗ് ആപ്സ് എന്ന ഭാഗമാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡീപ്പ് സ്ലീപ്പിംഗ് ആപ്സ് എന്ന ആ ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഞാനിപ്പോൾ കുറച്ച് ആപ്ലിക്കേഷൻ ഡീപ്പ് സ്ലീപ്പിംഗ് മോഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഒഴികെ മറ്റുള്ള ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ ഡീപ്പ് സ്ലീപ്പിംഗ് മോഡിലേക്ക് മാറ്റി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതിനായിട്ട് ഇവിടെ വലതുവശത്ത് മുകളിൽ ഒരു പ്ലസ് ഐക്കൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏതൊക്കെ ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഡീപ്പ് സ്ലീപ്പിംഗ് മോഡിലേക്ക് മാറ്റേണ്ടത് അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ആഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീപ്പ് സ്ലീപ്പിംഗ് മോഡിലേക്ക് മാറും. ഇനി അതിൽ നിന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ റിമൂവ് കൊടുത്താൽ മതി. അതിൽ നിന്നും ഒഴിവാക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഒഴികെ മറ്റുള്ള ആപ്ലിക്കേഷനൊക്കെ ഇതുപോലെ ഡീപ്പ് സ്ലീപ്പിംഗ് മോഡിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. അതിനായിട്ട് മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എബൌട്ട് ഫോൺ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന ഈ ഒരു ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ബിൽഡ് നമ്പർ എന്ന ഈ ഒരു ഓപ്ഷൻ 7 പ്രാവശ്യം ഇങ്ങനെ തുരുതുരെ പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് ചോദിക്കും. സ്ക്രീൻ ലോക്ക് എൻ്റർ ചെയ്ത ഉടനെ തന്നെ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആയിട്ട് വരും. ഇവിടെ നേരെ ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് വീണ്ടും ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എബൌട്ട് ഫോണിൻ്റെ തൊട്ട് താഴെയായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. കുറച്ചുകൂടി താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും ഡോണ്ട് കീപ് ആക്ടിവിറ്റീസ്. ഇത് ഓഫിലായിരിക്കും ഉണ്ടാകുക. അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എനേബിൾ ചെയ്താൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ആപ്ലിക്കേഷനും പ്രവർത്തിക്കുകയില്ല. പക്ഷേ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് ലിമിറ്റ് എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് അറ്റ്മോസ്റ്റ് 3 പ്രോസസ്സസ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാട്സാപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് പോലുള്ള ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കും. മറ്റുള്ളതൊന്നും പ്രവർത്തിക്കുകയില്ല. ഓക്കെ, ഞാൻ കാണിച്ച രണ്ട് ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ, അതായത് മൊബൈൽ പെട്ടെന്ന് ചൂടാകുന്നതും ഡാറ്റ പെട്ടെന്ന് തീരുന്നതും ബാറ്ററി ചാർജ് കുറയുന്നതും നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ ഈസി ആയിട്ട് പരിഹരിക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.